എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇപ്പൊ നിങ്ങൾ ഒരാളെ അന്വേഷിക്കണ്ടാവൂലേ, ഒരാളിന്ന് നല്ല പണിയിലാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ്, എനിക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് എല്ലാ പണിയും വേഗം തീർക്കണമെന്നുള്ളൊരു വാശിയിൽ മുമ്പിൽ വെറുതെ കയറി എന്തൊക്കെയോ കാഴ്ച വെക്കുന്നു. കട്ടിലങ്ങാട്ടിടുന്നു, അങ്ങാട്ടിടുന്നു, മറിച്ചിടുന്നു. എപ്പോഴും ഒരുപോലെ തന്നെ കിടന്നാലൊരു രസം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഓർത്തേ ഒന്ന് അങ്ങാടും ഇങ്ങോട്ടും മാറ്റിയിടാന്നൊക്കെ ഇങ്ങനെ ഓർത്ത്, പക്ഷെ ഒന്നും കൂടെ സെറ്റ് ആവണില്ല. കൊറേ നാളാണ് രാമൻകുട്ടി അപ്പൊ സുധുവിന്റെ മുറിയിലേ ഇത്രയും നാൾ കട്ടിൽ ഇവിടെയാണ് കിടന്നിരുന്നത്. അപ്പൊ ഓർത്തന്നെ കട്ടിലിന് ഇങ്ങാട് തിരിച്ചിടാന്നൊക്കെ ഉള്ള ഇതില് സുധുവിന്റെ ബുക്ക് കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ടേബിള് അതൊക്കെ എങ്ങാട് മാറ്റാന്നുള്ള ഒരു ആലോചനയില് ചെറിയ റൂമിൽ ഇതൊക്കെ എനിക്കറിയില്ല. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞായറാഴ്ചയല്ല, അപ്പൊ ഒരു നല്ലൊരു ക്ലീനിങ്. സാധാരണ എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ ഇവിടെ ഞാൻ ഒരാഴ്ച ഉണ്ടാവാത്തോണ്ട് ഇത് വീണ്ടും ക്ലീനിങ് ആണ് ട്ടാ. അല്ലെങ്കിൽ ഞാൻ ഉള്ളോണ്ടാണെന്ന് പറയും ഇവിടെ മറ്റേ അലമ്പാക്കിയിടുന്നതൊക്കെ. നമുക്ക് അങ്ങനെയല്ലേ, എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചാൽ അത് ശരിയായില്ലല്ല. അപ്പൊ അതെന്റെ കുഴപ്പമില്ലല്ല, നിങ്ങൾ തന്നെ പറയൂ. ഞാൻ ഒരാഴ്ച ഇല്ലാത്തോണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇപ്പൊ വെറുതെ കയറി ഞങ്ങൾ ക്ലീൻ ചെയ്യും. എന്നാലും ഒരു റീഅറേഞ്ച്മെന്റ് എപ്പോഴും നല്ലതല്ലേ. പിന്നെ ഞാൻ ഓർത്ത് മാറാലേക്ക് ഇങ്ങനെ തുടക്കാറുള്ളൂ. ഫാനിന്റെ ഒക്കെ ഒരു മാസത്തിൽ ഒരു ദിവസം തുടക്കാറുള്ളൂ. അപ്പൊ ഫാനൊക്കെ നല്ല ക്ലീൻ ആക്കി സൂപ്പറാക്കി. സുധു നിന്ന് പ്രാക്ടീസ് ഉണ്ട്. പ്രാക്ടീസ് ഉള്ളതിന് മുമ്പ് തന്നെ ഞാനും കൂടി അല്ല നീയും കൂടി വാടാ. രണ്ടുപേരും വെളിച്ചെണ്ണയിലൊക്കെ മുങ്ങി പൊങ്ങി നിക്കേണ്ട. അപ്പൊ വെളിച്ചെണ്ണ രാവിലെ തന്നെ എഴുന്നേറ്റ് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് അടുക്കളയിലൊന്നും കയറിയിട്ടില്ല. മോളിൽ നിന്ന് തുടങ്ങി പരിപാടികൾ, പാകം ചേർക്കലും ഒക്കെ. അങ്ങനത്തെ സുധുവിന്റെ പൂജാമുറി കഴിഞ്ഞ് സുധുവിന്റെ റൂമും കൂടി എത്തി നിൽക്കേണ്ടിനി. ഞങ്ങളുടെ റൂമിൽ ചെന്നിട്ട് വലിയ കാര്യമായിട്ട് അവിടെ പിന്നെ വൃത്തിയും വെടുപ്പുള്ളവരായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ വൃത്തിയാക്കി അലങ്കോലമാണ്. പിന്നെ അവിടുത്തെ ഫാനാണെങ്കിൽ വൈറ്റ് കളറാണ്. അപ്പൊ നല്ലതായിട്ട് പൊടിയായിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് ഈ പൊടി വന്നത് എനിക്ക് മനസ്സിലാവള്ള. അപ്പൊ എന്തായാലും ഇവിടെ അതേട്ടാ അവിടുത്തെ ഫാനൊക്കെ ഞാൻ വൃത്തിയാക്കി ഞാൻ തുടച്ചുള്ളത്. അപ്പൊ ഇവൻ പോണേക്ക് മുമ്പ് തന്നെ എന്തായാലും ബാക്കി ഇതേ വെളിച്ചെണ്ണയൊക്കെ ഇറങ്ങണ്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് വരാം. അങ്ങനെ ഒതുക്കലും പെറുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സുധുവിൻ്റെ മുറി ഞങ്ങളുടെ മുറിയൊക്കെ ഒന്ന് അധികം തന്നെ ക്ലീൻ ആക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാറാല കൊണ്ടാണെങ്കിൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എന്നും തുടച്ച് ക്ലീനാക്കുന്ന സ്ഥലമാണ്, എങ്കിൽ പോലും എന്തൊരു മാറാലായിരുന്നു, ഒന്നും പറയാനില്ല. സുധു ആണെങ്കിൽ ഇതേ വണ്ടിയും അവൻ്റെ സൈക്കിളും കാര്യങ്ങളെല്ലാം എനിക്ക് കഴുകി തന്ന് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുകളിലാണെങ്കിലും അത്യാവശ്യം തുടക്കേണ്ട കാര്യങ്ങളെല്ലാം സുധു ചെയ്തൊക്കെ തന്നതിന് ശേഷം എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയേക്കണത്. അമ്മേ ആവശ്യത്തിന് പണിയെടുത്താൽ മതി, ഒരു ഞായറാഴ്ചയാണെന്നും പറഞ്ഞിട്ടുള്ളത് മുഴുവനും എടുക്കണ്ട, ആരും പ്രൈസ് തരാൻ പോണില്ല എന്നൊക്കെ. എന്നാലും അടക്കി പെറുക്കാനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. വലിച്ചു വാരി ഞാനിങ്ങനെ ഇട്ട് വെച്ചേക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ചൊരച്ച് കഴുകാനുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ്, എങ്കിൽ പോലും കുറച്ച് അധികമായിട്ടൊന്ന് വെളുപ്പിക്കണമെന്നൊക്കെ തോന്നി. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ വൃത്തിയാക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു പണിയാണ്. പിന്നെ ഞായറാഴ്ച ദിവസം ഒട്ടും ഇരിക്കാൻ പറ്റാതാകുമ്പോൾ എനിക്ക് ഇത്തിരി വൃത്തിയാക്കലിനോട് വലിയൊരു ഇഷ്ടം അങ്ങനെ തോന്നാറില്ല. എന്നാലും ഞാൻ തകർത്തിങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് കൂടി നമ്മുടെ റിംഗ് ലൈറ്റ് എനിക്ക് വളരെ ഒരു ഉപകാരമായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചൊക്കെ എല്ലാവരും വീഡിയോ എടുക്കണ കാണുമ്പോൾ എനിക്ക് നല്ല കൊതിയായിരുന്നു, എനിക്കും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. പിന്നെ നമ്മുടെ വീട്ടിൽ കൂടുതലും നമ്മൾ തണുത്ത വെള്ളമാണ് കുടിക്കാറ്, ഫ്രിഡ്ജിൽ വെച്ച വെള്ളമാണ് കൂടുതലും കുടിക്കാറ്. ഇതായിരിക്കുന്ന കലത്തിൽ വെള്ളം നിറച്ച് വെക്കുമെങ്കിലും ഇടയ്ക്കൊക്കെ മാത്രം വല്ല തൊണ്ടവേദന കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രം ഉണ്ട് നമ്മൾ ആ പാത്രത്തിനെ ആശ്രയിക്കാറ്. അതല്ലെങ്കിൽ ഇങ്ങനെ 2-3 കുപ്പിയിലൊക്കെ ഞാനിങ്ങനെ വെള്ളമൊക്കെ നിറച്ച് വെക്കും കേട്ടോ. അങ്ങനത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ നിറച്ച് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാനിങ്ങനെ നോക്കണുണ്ട് ഈ ഫോൺ താഴെ വീഴോ. കഴിഞ്ഞ ദിവസമാണെങ്കിൽ റിംഗ് ലൈറ്റിൽ ഫോൺ വെച്ചപ്പോഴേക്കും അത് തലയും കുത്തി താഴെ വീണ്. പിന്നെ അവിടേക്ക് ഒന്ന് തുടച്ചാലും എനിക്ക് മതിയാവാത്ത വിധത്തിൽ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ അടുക്കളയിലെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്റ്റാൻഡ് വെച്ച് ഞാൻ മറന്നുപോയി ശരിക്കും എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് കബോർഡിൻ്റെ അടിയിലൊക്കെ നല്ല അഴുക്ക് പിടിച്ചിരിക്കുന്നതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മാസത്തിൽ ഒരു ദിവസം ഞാൻ നന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കും. പിന്നെ നമ്മൾ എല്ലാ ഞായറാഴ്ചയും തുടച്ചിടും. അങ്ങനെയൊക്കെ മാത്രമുള്ള ചെയ്യണം. 4 ദൂരം പൊടിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊടിയുടെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ഇത് നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് സെറ്റപ്പ് ആയിട്ടുണ്ട്. നമ്മൾ മറ്റേ ചെടികളൊക്കെ ഒന്നുകൂടിയൊക്കെ ഒന്ന് സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ നമ്മുടെ ഈ പച്ചപ്പുല്ലുണ്ടല്ലോ, ആ പുല്ലിൽ നമ്മുടെ മണി പ്ലാന്റിൻ്റെ വേരെല്ലാം പിടിച്ചിരിക്കുന്നതായിരുന്നു. എനിക്ക് അതങ്ങോട്ട് എടുത്ത് കളയാനൊരു മടി. എന്തിനാണ് വെറുതെ നശിപ്പിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മൊത്തത്തിലായിട്ടുണ്ട്. ഇത്തിരി കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം മാറ്റിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്തൊക്കെയാണ് ഞാൻ വെക്കാറ്. ഇതിപ്പോൾ നമ്മളൊരു 3-4 പ്രാവശ്യമായിട്ട് ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കണേ കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വിറയിലിട്ട് മാറ്റും. മണി പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടി ആയതുകൊണ്ട് തന്നെ ഞാനത് മാക്സിമം വീട്ടിലെല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഞാൻ ഇനിയും കാണിച്ചു തരാം കേട്ടോ. മുകളിലോട്ടൊക്കെ ഞാൻ വെച്ച് തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറേ ദിവസമായില്ല ഒരു ഹോം ടൂർ വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനത്തെ ഒരു വീഡിയോയും കൂടി ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞാനപ്പോൾ ഇന്ന് അത് കഴിഞ്ഞതേ പിന്നെ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ മേടിച്ച് സാധാരണ എല്ലാ അമ്മമാരും ചെയ്യണ പോലെ തന്നെ ഞാനും അങ്ങനെ തന്നെ എല്ലാ നല്ല പാത്രങ്ങളും എടുത്തു വെക്കാറാണ് പതിവ്. ഇതിപ്പോൾ നമ്മൾ നാളെ ദിവസം പെരുമ്പാവൂർ പോയപ്പോൾ നമ്മൾ അവിടെ നിന്ന് മേടിച്ച കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ എടുക്കാറില്ലെന്ന് പറഞ്ഞ് കുഞ്ചേട്ടൻ ഭയങ്കര പരാതിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചക്ക് കുഞ്ചേട്ടൻ വരുമ്പോൾ എന്തായാലും ആ പരാതി ഒന്ന് മാറട്ടേന്ന് ഓർത്തിട്ട് ഞാൻ ഒരു പാത്രം ഞാൻ എടുത്തിട്ടാ. ഒരു പാത്രം ഞാൻ എടുത്തത്, ഈ കിടക്കണ പാത്രം ഞാൻ അപ്പം ചുടാനൊക്കെ എടുത്ത്. ഇതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, പഴയത് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ പിണക്കോണം എപ്പോഴും. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും ഇന്ന് മുതൽ നമുക്ക് പുതിയ പാത്രങ്ങളൊക്കെ എടുക്കാനായിട്ട് പിന്നെ നമുക്ക് കുറച്ചധികമായിട്ട് ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. മുകളിൽ മൊത്തത്തിൽ എല്ലായിടവും ഫാനും ഒക്കെ പണികളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ നിങ്ങൾ ഇത്രയും നേരത്തെ പണികളൊക്കെ. അപ്പം ഇനിയിപ്പോൾ പുറത്ത് കുറേ പാത്രങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ. ഞാൻ അത് അകത്തുനിന്ന് പുറത്തേക്ക് എടുത്തതല്ല കേട്ടോ. നമ്മൾ കുറച്ച് ഇങ്ങനെ ഇപ്പം ഒരു കിറ്റ് നിറച്ച് സാധനം കടക്കരയിലെ പാത്രം ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങാട് കൊണ്ടുവന്നിട്ട് ഞാൻ അങ്ങാട് കൊണ്ടുപോകാത്ത പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പ്ലാസ്റ്റിക് പാത്രങ്ങൾ എപ്പോഴും അങ്ങാടും ഇങ്ങടേക്ക് എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നതും നമ്മൾ എന്തെങ്കിലും മേടിക്കുന്നതും ഒക്കെ ആയ പാത്രങ്ങളൊക്കെ ഒരു പെട്ടിയിലിട്ട് വെച്ചതൊക്കെ അതൊന്ന് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് വലിച്ചു വാരി ഇട്ടേക്കണേണ്. അപ്പം അമ്മ വന്നിപ്പോൾ നോക്കിക്കൊണ്ട് പോയി. ഞാൻ അമ്മനെ വിളിക്കണം. അമ്മ എനിക്കതിനുള്ള ക്ഷമ എനിക്ക് കിട്ടുമെന്ന് തോന്നാനുള്ള കാരണം ഇനി പെര കൊടുക്കാനുണ്ട്, ഫുഡൊന്നും റെഡിയാക്കിയിട്ടില്ല. സുതപ്പനാണെങ്കിൽ അല്ലറ ചില്ലറ തട്ടിക്കൂട്ടൊക്കെ കഴിച്ചാണ് പോയേക്കണം. ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിക്കണം, വിശക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് കഴിച്ച് ഇനി വിശക്കുന്നുണ്ട്. അപ്പം ഇനി എന്തായാലും ബാക്കി പണികളൊക്കെ കൂടി നമ്മുടെ കൊച്ചു പണികൾ നമുക്ക് എന്തായാലും ഞാൻ മാക്സിമം എടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുക്കാട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പണികളിലോട്ട് പോവാം. അങ്ങനെ ഞാൻ അതിനുശേഷം ആഗ്രഹിച്ച ഒരു കാര്യമാണ്, എല്ലാവരും വീഡിയോയിൽ ഇങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഫോണൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യണ കാണുമ്പോൾ എനിക്കും വലിയ ഇഷ്ടമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ കൊച്ചു ആഗ്രഹങ്ങൾ നമ്മുടെ റിംഗ് ലൈറ്റിലൂടെ സാധിച്ചുകൊണ്ടിരിക്കണേട്ടാ. അങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം ബെഡ്ഷീറ്റ് നമ്മൾ 2 മുറിയിലേക്കും സെയിം ആയിട്ടാണ് കേട്ടോ വിരിക്കുന്നത്. പിന്നെ മുകളിൽ നമ്മൾ വേറൊരു ബെഡ്ഷീറ്റാണ് അങ്ങനെ കുളിയും പണികളൊക്കെ അങ്ങനെ ഒതുക്കി എല്ലാം ഒരുവിധം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചേട്ടനും എത്തിയിട്ടുണ്ട്. ഇതാണെങ്കിൽ നമ്മൾ നേരത്തെ അലങ്കോലപ്പെടുത്തി ഇട്ടിരുന്നതെല്ലാം ഞാൻ നല്ല ക്ലിയറാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സുതപ്പൻ്റെ റൂമിലൊരു മാറ്റം വരുത്തിയത് നേരത്തെ അവൻ പറഞ്ഞിട്ടല്ലേ പോയത്. അതെ, അവൻ്റെ കട്ടിൽ ഇങ്ങാടേക്ക് തിരിച്ചിട്ട് അവൻ്റെ ടേബിളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബുക്കുകളൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ച് ഇവിടെ ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ കൊണ്ടുവന്നൊക്കെ വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ എനിക്കിത് മാറ്റാനും തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും സുധുവിനൊരു വിഷമം വേണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഇവിടുത്തെ മുറിയും അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ കട്ടിൽ ഇങ്ങാട് തിരിഞ്ഞിരുന്നിരുന്ന ഇങ്ങാടേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നാളെ അത് ഇപ്പുറത്തേക്ക് ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാളുണ്ട്. ഒരാൾ വന്നപടി എന്നെ അടുക്കളയിൽ മുകളിൽ കയറി ഇരിക്കുകയാണ്. അത് ചേട്ടനാകെ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണല്ലേ. അടുക്കളയിൽ പുതിയ പാത്രങ്ങൾ. ഇതൊന്നും ഞാൻ എടുക്കാതെ വെച്ചിരുന്ന പാത്രത്തിൽ ആദ്യമായിട്ട് പരിപ്പ് കറി വെച്ച് ഉദ്ഘാടനം നടത്തി. പിന്നെ വെണ്ടക്ക ഫ്രൈയും ആണ്. അപ്പോൾ ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് നല്ല പൊറോട്ടയും മഷ്റൂം കറിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആള് നടത്തിയിട്ടില്ല. ഇത് കഴിക്കാനുള്ള ആൾ ഇനി സന്ധ്യക്ക് എത്തുള്ളൂ. ആള് പ്രാക്ടീസായിട്ട് ആളിപ്പോൾ നമുക്ക് കാരണം കടക്കര പോയില്ലേ, കഴിഞ്ഞ ഞായറാഴ്ച പോയിട്ട് ഈ ആഴ്ച ആളെ കണ്ടിട്ടില്ല. ഞാൻ ഇടക്കിടക്ക് കാണുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഞാനിപ്പോൾ വിളിച്ചപ്പോൾ അവിടെ ഫ്രണ്ട്സൊക്കെ കൂടി ഫുഡൊക്കെ കഴിക്കാൻ പോകണുള്ളൂ. അങ്ങനെ പരിപാടികളൊക്കെയാണ്. പുള്ളി തിരക്കിലാണ്. എന്തായാലും നമ്മൾ ഇനി കുറച്ച് നേരം കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം പോയതാണ്. അത് ഇനി പിന്നെ കണ്ടിട്ടില്ല. അത് ചേട്ടൻ ഇടയ്ക്ക് ചേട്ടൻ വന്നെങ്കിലും ആളെ കണ്ടില്ലല്ലോ. ഇനിയിപ്പോൾ വൈകുന്നേരം വരുമ്പോൾ കാണാം. ഞാൻ 6 മണിക്ക് കൊച്ചിന് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊറോട്ടയും മഷ്റൂമൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം തന്നെ മേടിച്ചിട്ട് വന്നത്. ഞാനാണെങ്കിൽ പരിപ്പറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പരിപ്പറി ചോറും ആ ഗ്യാപ്പിൽ കൂടി എല്ലാം ചെയ്തിട്ടാ. പിന്നെ
നമ്മുടെ തക്കാളിയും സവാളയും കൂടി അത് പറഞ്ഞ് അതൊരെണ്ണം ഉണ്ടാക്കടി അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് എന്നോട് തക്കാളിയും സവാളയും കൂടി ചെയ്യുമെന്ന് പറഞ്ഞ് കുറച്ച് നേരം വർത്തമാനം പറയാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി എന്തായാലും കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് കാണാം.